ഞാൻ പറഞ്ഞതില്ലേ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും 2 കൂട്ടം സാധനം കൂടി കിട്ടിയിട്ടുണ്ടെന്ന്. ആ 2 കൂട്ടം സാധനത്തിൽ 2 ബോക്സല്ല കേട്ടോ, ചെറിയൊരു കവർ പോലത്തെ സെറ്റപ്പ്, നല്ല ഭംഗി, നല്ല ക്യൂട്ടായിട്ട് നല്ല സെറ്റപ്പ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ആ അങ്ങനത്തെ ഒരു കല്യാണത്തിന് പോകുന്നതേ ഫസ്റ്റ് ടൈമാണ്, വേറെ ഒന്നുമല്ല. ഇനി ഇതിലെന്താണെന്നൊക്കെ നമുക്ക് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാഷ്നട്ട്, പിന്നെ എന്തെന്നായിരുന്നു നമ്മുടെ കാവറയും ചിപ്സും ഒന്നാണല്ലോ അല്ലേ, കാവറയും പിന്നെ നമ്മുടെ ഇതും ശർക്കര വരട്ടി. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ? അത് കണ്ണനായിട്ടോ വീഡിയോ എടുത്ത് തന്നെ. ഒരു സിന്ദൂര ചെപ്പും പിന്നെ ഒരു ക്ലിപ്പും പിന്നെ അതുപോലെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് തന്നെ കണ്ണനായിട്ടോ, അതുകൊണ്ട് ഒരു ഭംഗിയൊന്നും ഇല്ലാതെ എടുത്തിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും ചെക്കൻ അറിയില്ല. പിന്നെ എന്ത് പറയാം, നമ്മൾ പിന്നെ കൂടെ ഒറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ പോയി. പിന്നെ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടില്ലേ. ഈ എൻ്റെ കയ്യിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായത്? ഒരു ക്യാൻഡിലാണ് കേട്ടോ. എനിക്കതിന് മനസ്സിലായില്ലത്. ഞാൻ ആദ്യം വിചാരിച്ചു വാസലിന് അതുപോലെ ഇങ്ങനെ ക്രീമില്ലേ അത് വല്ലതുമായിരുന്നു, കാരണം ക്ലിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനത്തെ വല്ലതായിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ട് ഇങ്ങനെ ക്യാൻഡിൽ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണേ, നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സ്മെല്ലാട്ടോ. പക്ഷേ അങ്ങ് എന്നോട് ഇങ്ങോട്ട് കാണിച്ചാൽ നോക്കട്ടെ, ഞാൻ പറഞ്ഞു വേണ്ട, എല്ലായിടത്തും പെറുക്കി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ് ഞാൻ താഴത്തോട്ട് വെച്ചായിട്ട് നിങ്ങൾ കണ്ടത്. പിന്നെ എന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റിൽ കശുവണ്ടി, പിന്നെ ഗ്രൗണ്ട് ഇട്ട് നമ്മുടെ കപ്പലണ്ടി, പിന്നെ ആ ഏലക്കേൻ്റെ സ്മെല്ലാട്ടോ മൊത്തം ഭയങ്കര അടിപൊളി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വാളിറ്റി, എൻ്റെ ശംഖു പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കയാണ്, അതാണ് ഇത്ര സ്മെല്ലുള്ളത്. കാരണം എൻ്റെ എല്ലാത്തിനും ആ ഏലക്കേൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. ആ ക്യാൻഡിൽ ഒഴികെ ബാക്കി എല്ലാത്തിനും ഏലക്കേൻ്റെ സ്മെല്ല്. പിന്നെ ഏലക്കയുടെ കൂടെ തന്നെ ഈ കറിയാമ്പൂ ആണോ, ഈ ഒരു മുട്ടുകമ്പൽ പോലത്തെ സംഭവമില്ലേ, അതിൻ്റെ പേരെനിക്കറിയില്ല. അതിൻ്റെ പേരെന്തുവാടാ? ഇല്ല, അറിയത്തില്ലേ? ഗൈസ് ഇവനും അറിയില്ല കേട്ടോ. ചെറിയ ഈ മുട്ടുകമ്മൽ പോലത്തെ സംഭവമില്ലേ, സ്റ്റാർ അനൈസോ, അതിൻ്റെ മലയാളം എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെറിയ മുട്ടുകമ്മലുള്ള ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന സംഭവമില്ലേ അത്. പിന്നെ ഇത് നമ്മുടെ സിന്ദൂര ചെപ്പാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇതെല്ലാം നമ്മുടെ ഒരു കൾച്ചറൽ ബേസ് ചെയ്ത് അങ്ങനെ നമുക്ക് തരില്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ കുറച്ച് സാധനങ്ങൾ പിന്നെ സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ, അങ്ങനെ. പക്ഷെ ഞാനിന്ന് വരെ പോയിട്ടും ഒരു കല്യാണത്തിനും എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ഇവിടെ ലോക്കലായിട്ടുള്ള കല്യാണങ്ങൾ പോകുമ്പോൾ ചെറിയൊരു പാക്കറ്റിൽ കുറച്ച് മധുരമുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ ഇങ്ങനെ ഉണ്ണിയപ്പം അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ലൈഫ് ഫസ്റ്റ് ടൈമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ ക്യാൻഡിലായിരുന്നു കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ല്. ചിന്നുവിൻ്റെ അധികം സ്മെല്ലില്ല, ചിന്നുവിൻ്റെ അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്നാന്ന് പക്ഷേ പറഞ്ഞാൽ ഞാൻ ചിന്നുവിനും കൊടുക്കും, പറഞ്ഞാൽ ഞാനും എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് സാധനം എടുക്കുന്നത്. പിന്നെ ഇത്രയും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ക്ലിപ്പ് അത് കുറേ സാധനങ്ങളില്ല. അപ്പോൾ ഇതായിരുന്നു അടിപൊളിയായിട്ടില്ലേ ഞങ്ങളുടെ കല്യാണ ഗിഫ്റ്റ്.